രാവിലെ കാക്കനാട് സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ പോവാണ്. ഞങ്ങൾ താമസിക്കുന്ന പാലാരിവട്ടത്തിന് കീഴിലുള്ള സൈബർ പോലീസ് സ്റ്റേഷനാണ് കാക്കനാട് പോലീസ് സ്റ്റേഷൻ. ശ്വേത 2 മാസം മുൻപ് അവിടെ നമ്മൾ ഈ ഒരു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തിരുന്നു. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. സുജിത് ഭക്തനും ശ്വേതയും അവർ നേരിട്ട ഒരു സൈബർ ബുള്ളിയിങ്, അത് സൈബർ ബുള്ളിയിങ് എന്ന് പറഞ്ഞാൽ ഒരു വർഷങ്ങളായിട്ട് 1.5 വർഷമായിട്ട് അവർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സൈബർ ബുള്ളിയിങ്. അതേപോലെ തെറി വിളിക്കുക, വെറുപ്പിക്കുക, അച്ഛനെ വിളിക്കുക, അപ്പനെ വിളിക്കുക, അതേപോലെ തന്നെ ബോഡി ഷെയിം ചെയ്യുക. ശ്വേത കുറച്ച് തടിയുള്ള കൂട്ടത്തിലാണ്. അപ്പോൾ ശ്വേതനെ ബോഡി ഷെയിം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര സെക്ഷുവലി ഒക്കെ അങ്ങനെയുള്ള പല രീതിയിൽ സംസാരിക്കുക, അങ്ങനെ കുറേ മെൻഷൻ ചെയ്യുക, അങ്ങനെ കുറേ സംഗതികളാണ്. അത് അവരുടെ സമാധാനത്തെയൊക്കെ മൊത്തത്തിൽ ബാധിച്ചിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അപ്പോൾ അവർ കുറേ അച്ഛങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യാനുള്ള അവസരം കൊടുത്തു, ടൈം കൊടുത്തു. ഞാൻ ചെയ്യുന്നത് മോശമാണെന്നുള്ള രീതിയിൽ അവർ പരമാവധി പേഷ്യൻ്റായിട്ട് ക്ഷമയോടുകൂടിയൊക്കെ അത് അവരെ ഒരുപാട് ടോർച്ചർ ചെയ്യുന്ന ഒരവസ്ഥയിലായിരുന്നു സുജിത് ഭക്തനെയും മൂപ്പരെ വൈഫിനെയൊക്കെ. അപ്പോൾ ഏറ്റവും അവസാനം സഹി കേട്ടിട്ട് അവരത് ആക്ഷൻ എടുക്കാൻ തീരുമാനിച്ചു. അവരങ്ങനെ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻ്റ് കൊടുത്തു. അത് ആളെ കണ്ടെത്തി. അപ്പോൾ ഇങ്ങനെ അവരെ സമാധാനം നശിപ്പിച്ച ഒരു ആനമണ്ടൻ, തിരുമണ്ടൻ, അല്ലെങ്കിൽ ഒരു സൈക്കോ, എന്താ പറയുക, ഇപ്പോൾ ഒരു പട്ടിത്തീട്ടം ഓനെക്കുറിച്ചിട്ടാണ് സുജിത് ഭക്തൻ 2-3 ദിവസമായിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരുന്നായിരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ വീഡിയോ. 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. കംപ്ലൈൻറ്റ് കൊടുത്ത അനുസരിച്ചിട്ട് എപ്പോഴാണ് ശ്വേതയ്ക്ക് കോള് വന്നു നടന്ന് 3-4 ദിവസത്തിനുള്ളിൽ ഒരു കോള് വന്ന് ജസ്റ്റ് കുറച്ച് ബേസിക് കാര്യങ്ങൾ മാത്രം അന്വേഷിച്ചു അല്ലേ? അതല്ലാതെ മൊഴിയെടുക്കും മണ്ടൻ എന്ന് പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ മണ്ടനാടാ നീ. വലിയ കോപ്പ സൈബർ സെക്യൂരിറ്റി ആണ്, മാടേ കോടാന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. നീ ഒരു മണ്ടനാണ്. നിനക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. നീ കുറെ മെയിൽ അയച്ചിട്ട് നീ എന്താ പറയാ അങ്ങ് ഉണ്ടാക്കുവോ, ഒലത്തുവോ? നീ എന്നെ മാത്രമാണ് ടാർഗറ്റ് ചെയ്യുന്നത്. നീ എത്ര യൂട്യൂബേഴ്സിനെ ഇതേപോലെ കഴിഞ്ഞ കുറെ വർഷമായിട്ട് നീ ടാർഗറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. എത്ര യൂട്യൂബേഴ്സിനെ കഴിഞ്ഞ വർഷമായിട്ട് യൂട്യൂബ് ഫാമിലീസിന് കണ്ടു നൈസ്. ഇതിൽ വളരെ തഗ്ഗുള്ള സാധനമുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ ഒരു പ്രാന്തൻ്റെ സൈക്കോനെ കുറിച്ചുള്ള വീഡിയോ ആണ് സംഭവം. അപ്പോൾ സുജിത് ഭക്തർ വൈഫ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാര്യം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി വന്നിട്ട്, കുട്ടി പപ്പയും അമ്മയല്ലേ, അപ്പോൾ അവരുടെ കളിക്കാർ ടൈം സ്പെൻഡ് ചെയ്യാനൊക്കെ അവർക്ക് ഒരുപാട് ആഗ്രഹം. ആ കുട്ടി കളിക്കണ കുറേ തഗ് സംഭവമുണ്ട്. അപ്പോൾ ഞാൻ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ആ കുട്ടിയുടേത്. ഈ കുട്ടി ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് പൂച്ച എന്താണ്, നരിയോ, എന്ത് സംഭവം അവനും കാണിച്ചെടുക്കണ്ട, ഇതെങ്ങനെ ചന്തമുണ്ടോ, അല്ലെങ്കിൽ പൂച്ചയ്ക്ക് പാല് കൊടുക്കണോ, അങ്ങനെ കുറേ ഡയലോഗുകൾ ഇതിൽ പറയുന്നത് നല്ല രസം, ഭയങ്കര ക്യൂട്ടാണ് ആ സംഗതി. നമ്മൾ സീരിയസ് ആയിട്ട് കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. അപ്പോൾ അതേപോലെ ഈ വീഡിയോ കഴിഞ്ഞിട്ട് 27ാമത്തെ മിനിറ്റ് 10-28 മിനിറ്റുള്ളൊരു വീഡിയോ ആണ്. അപ്പോൾ വീഡിയോൻ്റെ അവസാനമാകുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി വന്നിട്ട് സീരിയസ് ആയിട്ട് അങ്ങനെ സുജിത് ഭക്തൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. കുട്ടി വന്നിട്ട് കഴിഞ്ഞു ബൈ എന്ന് പറഞ്ഞിട്ട് ഓഡിയൻസിനോട് അങ്ങനെ വ്യൂവേഴ്സിനോട് സംസാരിക്കുന്ന ഒരു സംഭവമൊക്കെ ഇവിടെ. അപ്പോൾ അവൾ പറഞ്ഞു തന്നത് ആ സൈക്കോനെ കുറിച്ചിട്ടില്ലേ. ആ ചങ്ങായി സുജിത് ഭക്തനും വൈഫിനെതിരെ മാത്രമല്ല കുറേ യൂട്യൂബേഴ്സിൻ്റെ ഇങ്ങനെ വെറുപ്പിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ടായിരുന്നു കുറേ കാലമായിട്ടെന്ന്. അപ്പോൾ അയാളുടെ ഒരു ശൈലി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ഈ കമൻറ്റ് ചെയ്യുന്ന ആളുകളിലെ, ഇപ്പോൾ സുജിത് ഭക്തൻ്റെ ഒരു വീഡിയോ നമ്മൾ കണ്ടു വിചാരിക്കും, എന്നിട്ട് നമ്മൾ കമൻറ്റ് ചെയ്ത് വരിക, ആ കമൻറ്റ് ചെയ്യുന്ന ആളുടെ മെയിൽ തപ്പി പിടിച്ചിട്ട് അവർക്ക് മെയിൽ ചെയ്യും. അപ്പോൾ ഒരു സീന വെച്ചൊക്കെ കമൻറ്റ് ചെയ്യുന്ന എത്രയോ പേർക്ക് സുജിത് ഭക്തനെ ബോഡി ഷെയിം ചെയ്യുന്ന, സുജിത് ഭക്തൻ്റെ വൈഫിനെ ബോഡി ഷെയിം ചെയ്യുന്ന രീതിയിലും, സുജിത് ഭക്തൻ്റെ ഫാമിലിയെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞ രീതിയിലൊക്കെ ഇങ്ങനെ സുജിത് ഭക്തൻ്റെ കുറ്റങ്ങളും അതും ഇതൊക്കെ ഇട്ട് ഇങ്ങനെ വളരെ വൾഗർ ലാംഗ്വേജ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ മെയിൽ അയച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ഒരു പ്രാന്തൻ ഇത്രയും ദിവസങ്ങളായിട്ട്, ഇത്രയും മാസങ്ങളായിട്ട്. അപ്പോൾ അയാളെയാണ് പിടിച്ചത്. അപ്പോൾ സുജിത് ഭക്തൻ ഈ വീഡിയോയിൽ മൂപ്പരെ ഫോൺ വിളിക്കുന്നുള്ള ആ സാധനമൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അത് ചെങ്ങായിത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ പ്രൈമറി സസ്പെക്റ്റ് ആയിട്ടാണ് നിങ്ങളെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ആ ചെങ്ങായി തിരിച്ച് തെറി വിളിക്കുന്നുണ്ട്, ആ ചെങ്ങായിയുടെ അപ്പനാണ് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ സംഭവം. പക്ഷേ ഇതിൽ ഏറ്റവും അത്ഭുതം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ ചെങ്ങായി അവിടെ നല്ലൊരു ഗംഭീര ജോലി എന്ന് പറയാൻ പറ്റില്ല, സോക്കോൾഡ് മാന്യനായിട്ടുള്ള ഒരാളാണ്. ഇത്രയും അങ്ങോട്ട് ഇംഗ്ലീഷ് സംസാരിക്കാനൊക്കെ അറിയാം, ഇന്ത്യക്ക് പുറത്താണ് താമസം. അപ്പോൾ അതിൻ്റെ ഒരു ഓവർ കോൺഫിഡൻസിലാണ് ആളെ പിടിക്കപ്പെടില്ല എന്നുള്ള വിശ്വാസത്തിലൊക്കെയാണ് ആൾ ഇതൊക്കെ ചെയ്യുന്നത്. എന്തായാലും ആൾ തനി കുതിര ലെവലിൽ ചിന്തിക്കുന്ന ഒരാളാണ്. പുറമെ കാണുമ്പോൾ അടിപൊളിയാണ് ഇതാണ്. അതായത് പുറമെ സ്വർണ്ണമുട്ട പോലെയൊക്കെയുള്ള ഒരു സംഭവമാണ്, ഉള്ളിൽ നല്ല സൗന്ദര്യമൊക്കെ. പുറത്തെന്താ കരുതി വെച്ചിട്ടുണ്ടെങ്കിൽ ആകെ ചീമുട്ട പോലെ ചീഞ്ഞളിഞ്ഞൊരവസ്ഥയിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രാന്തന്മാർ നമ്മുടെ ഇടയിലുണ്ട് എന്ന് മനസ്സിലാക്കാം. നമ്മൾ പുറമെ സാധനം നോക്കിയിട്ട് കാര്യമില്ലല്ലോ.
അപ്പോൾ അതാണ് സുജിത് ഭക്തൻ പറഞ്ഞത്. അപ്പോൾ ഇതിൽ വേറെ കുറച്ച് പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എന്തിനാണ് ഇത്രയും ദിവസം 2-3 ദിവസമായിട്ട് നിങ്ങൾ ഓവർ ഹൈപ്പ് കൊടുക്കുന്ന ഒരു ക്രിമിനലിനെയും നിങ്ങളെന്തിനാണ് ഇതിങ്ങനെ ഒറ്റ വീഡിയോയിൽ അവതരിപ്പിച്ച പോലെ കുറ്റം മുന്നിൽ വെച്ചിട്ട് എന്തിനാണ് തെറി പറയുന്നതെന്നൊക്കെ. അപ്പോൾ അത് ഓരോരുത്തർ കമൻറ്റ് ചെയ്യുന്ന രീതിയിൽ പക്ഷേ എനിക്ക് ഒന്നും ഉള്ളൊരു കാര്യം തോന്നിയത്, ഒരാൾ സുജിത് ഭക്തനെ പോലെ ഇത്രയും ഫേമസ് ആയ ആളുകൾ അറിയുന്ന കുറേ വർഷമായിട്ട് ഈ മേഖലയിലുള്ള ട്രാവൽ ടെക് ഇതിലൊക്കെ മേഖലയിലുള്ള ഒരാൾ ഇത്രയും സീരിയസ് ആയിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്ന ഒരു ഗുണം എന്താ വെച്ചാൽ, ഇനി ഇങ്ങനെ ആളുകളെ ബോഡി ഷെയിം ചെയ്യാനും ആളുകളെ ടോർച്ചർ ചെയ്യാനും ആരെങ്കിലും ശ്രമിക്കുകയാണെങ്കിൽ കമൻറ്റുകളിലൂടെ ഫോൺ കോൾസിലൂടെയൊക്കെ മെയിലിലൂടെയൊക്കെ ടോർച്ചർ ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒന്ന് മടിക്കും. ആ മടി, ആ പേടിയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അങ്ങനൊരു ഗുണം എത്ര യൂട്യൂബേഴ്സിനെ നീ ഇതേപോലെ ടാർഗറ്റ് ചെയ്തിട്ടുണ്ട്, എത്ര ആളുകളെ നീ ഉപദ്രവിക്കുന്നുണ്ട്. ഇത് സുജിത് ഭക്തൻ മൂപ്പരെ വിളിക്കുന്നതാണ്. സുജിത് ഭക്തനും ശ്വേത ഇവർ രണ്ടുപേരും ഫോണിൽ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് അയാളോട്. അപ്പോൾ അയാൾ ആകെ കജികാലം കുറച്ചൊരവസ്ഥയിലൊക്കെയാണ്. അപ്പോൾ അയാൾ ആദ്യം ഇൻസ്റ്റാഗ്രാം പേജ് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അത്രേ. പിന്നെ മൂപ്പര് വീണ്ടും ഡിലീറ്റ് ചെയ്ത് കളയുന്നല്ല, മറ്റേ കുറച്ച് ഡീആക്ടിവേറ്റ് ചെയ്തിട്ട് വീണ്ടും ആക്ടിവേറ്റ് ആയി. അങ്ങനെയൊക്കെ ഒരു സംഭവമാണ്. പലരും കമൻറ്റിലൊക്കെ ആളുടെ പേരൊക്കെ ഉണ്ട്. സുജിത് ഭക്തൻ പക്ഷേ പേര് കൃത്യമായിട്ട് പറഞ്ഞില്ല, അത് പിന്നീട് ഇടാം എന്നുള്ളൊരു രീതിയിലാണ് സംഭവം. എന്തായാലും ആളെ പിടികിട്ടിയെന്നാണ്. അപ്പൻ എന്ന് പറഞ്ഞ ആളാണെങ്കിൽ, നിങ്ങൾ അപ്പനാണെന്നുണ്ടെങ്കിൽ ഇതിനെ കൊണ്ട് വല്ല മാനസികാരോഗ്യ കേന്ദ്രത്തിൽ കൊണ്ടിട്ട് അത് അവനാ ചെയ്തില്ലേ, നിങ്ങളാ ചെയ്തെങ്കിൽ അല്ലെങ്കിൽ അമേരിക്കൻ പോലീസ് പിടിച്ചോണ്ട് പോയിട്ട് ഇവനെ അകത്തിടും. മനസ്സിലായി? ഇത് സംഭവത്രേ ഉള്ളൂ കേട്ടോ. എനിക്ക് ഇതിൽ തോന്നിയിട്ടുള്ള ഒരു കാര്യം, എൻ്റെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ആളുകളെ എങ്ങനെ പൊതുസമൂഹത്തിൽ പെരുമാറുന്നു എന്ന് മാത്രം നോക്കിയിട്ട് കാര്യമില്ല. അവർക്ക് അവരുടെ ഉള്ളിലായിട്ടുള്ള കുറേ പ്രാന്തതരങ്ങളുണ്ടായിരിക്കും. ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തേ മതിയാവും. നമ്മൾ എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ, ഇപ്പോൾ ആരും പെർഫെക്റ്റായ ആളുകളല്ലല്ലോ, എല്ലാവർക്കും അവരുടേതായ എന്തെങ്കിലും ചിലപ്പോൾ ട്രോമയൊക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ട്, അതിൻ്റെ കോൺസിക്വൻസ് ആയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് ആയിട്ടായിരിക്കും പലരും ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇതിനെ നമ്മൾ അഡ്രസ്സ് ചെയ്തേ പറ്റൂ. സൈക്കോളജിസ്റ്റിനെ കാണുക, അല്ലെങ്കിൽ എന്താ പറയുക, ആർട്ടിസ്റ്റിക്കായ എന്തെങ്കിലും പാഷൻ വയ്ക്കുക, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാം, എന്തെങ്കിലും ഒരു പാഷൻ വയ്ക്കുക, ഒരു ഹോബി വയ്ക്കുക ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ കുറേ പ്രാന്തകളിൽ നിന്ന് മാറി തോന്നുന്നു. ഇത് നമ്മളൊരു കാര്യം വെച്ചിരിക്കും, 1.5 വർഷമായിട്ട് ഒരാളോടുള്ള ഒരു ഗ്രഡ്ജ് അയാളെ ബോഡി ഷെയിം ചെയ്തിട്ടൊക്കെ തീർക്കുക, അല്ലെങ്കിൽ അയാളുടെ ഫ്രസ്ട്രേഷൻ ഇതിങ്ങനെ തീർക്കുക. എന്ത് സൈക്കോ ആണിത്? പക്ഷെ അയാൾ ജോലി ചെയ്യുന്നു, അയാളുടേതായ കരിയർ ബിൽഡ് ചെയ്യുന്നു ഒക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ കൂടെ ഈ ഗ്രഡ്ജും വെച്ചിട്ട് ഇങ്ങനെയുള്ള കുറേ സാധനങ്ങൾ ചെയ്യും. ഇയാൾ എന്ത് സൈക്കോണ്? ഇയാളുടെ ഹോബിയാണ് അങ്ങനെ ആളുകളെ വെറുപ്പിക്കുക, ബോഡി ഷെയിം ചെയ്യാം, ഓൺലൈനായിട്ട് ഇങ്ങനെ കമൻറ്റ് ചെയ്യുക ബാഡായിട്ട്, ഒരാളുടെ സമാധാനം നശിപ്പിക്കുക എന്നൊക്കെ. ഒരു സൈക്കോ, ഭയങ്കര സൈക്കോ. അതിനെന്തൊരു പേര് പറയുമോ? മെസോക്കിസോ അല്ല, വേറെ എന്തോ ഒരു സാധനമാണ്. ഭയങ്കര സാഡിസ്റ്റിക്കായ, ഭയങ്കര സൈക്കോത്തരമുള്ള ഒരു ആറ്റിറ്റ്യൂഡില്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും. അപ്പോൾ പറയാനുള്ളത്, നമ്മുടെ ഇമോഷണൽ ഹെൽത്ത്, മെൻ്റൽ ഹെൽത്ത് എന്നുള്ളതൊക്കെ നന്നായിട്ട് പ്രാധാന്യം കൊടുക്കുക. അപ്പോൾ എനിക്ക് ഈ കൈ കൊണ്ട് ഇങ്ങനെ അടിക്കാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട് വിചാരിച്ചിട്ട് അത് വേറൊരുത്തൻ്റെ ശരീരത്തിൽ തട്ടുകയാണെങ്കിൽ, അയാൾക്ക് ഹേർട്ടാവുകയാണെങ്കിൽ അത് ചെയ്യരുത് എന്ന് ചിന്തിക്കാനുള്ള, ചെയ്യുന്നത് മോശമാണ് ചിന്തിക്കാനുള്ള, ചെയ്യുന്നത് തെറ്റാണെന്ന് ചിന്തിക്കാനുള്ള മിനിമം ബോധം ഉണ്ടാവണം നമ്മൾ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് പറയുള്ളത്. സോ സംഭവം അത്രയേ ഉള്ളൂ. ബോഡി ഷെയിം ചെയ്യുന്ന ആളുകളെ, ടോർച്ചർ ചെയ്യുന്ന ആളുകൾ ഒരു ദിവസം കുടുങ്ങും. ഓക്കെ, അപ്പോൾ ആ ഒരു പേടി ആളുകൾക്കുള്ളിൽ വരുത്താൻ ഈ വീഡിയോസ് സാധിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വേറെ വിഷയമായിട്ട് വേണം. നിങ്ങൾ ആദ്യമായിട്ടാണ് യൂട്യൂബ് ചാനൽ കാണുമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഇങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ചെയ്തിട്ട് എനിക്കൊരു ശീലമൊന്നുമില്ല. ക്യാമറ നോക്കി സംസാരിക്കുമ്പോൾ തന്നെ എൻ്റെ കജികനി വരക്കുണ്ട്. ഞാൻ പറയാൻ ഉദ്ദേശിച്ചൊന്നല്ല, ആ വാക്കുകളിലൂടെ എല്ലാം പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ക്ഷമിക്കുക, പ്രോത്സാഹിപ്പിക്കുക. അപ്പോൾ നമുക്കിങ്ങനെ ചില രീതിയിൽ, നമുക്കല്ല എല്ലാവർക്കും, നമ്മളെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ബോഡി ഷെയിം ചെയ്തുകൊണ്ട് അങ്ങനെ തകർക്കാൻ പലരും ശ്രമിക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് കോൺഫിഡൻസ് കൂട്ടാനുള്ള ഒരു വഴിയും കൂടി ആയിട്ടാണ് നിങ്ങൾ റിയാക്ഷൻ വീഡിയോസ് നമ്മൾ വീഡിയോ ചെയ്യുക എന്നുള്ളത് തന്നെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ താങ്ക് യു സോ മച്ച്. വേറെ വീഡിയോയിൽ നമുക്ക് കാണാം.